കസ്റ്റമേഴ്സ് ഹാപ്പിയാണ്, റവന്യൂസ് കമ്മിങ്. സോ ഇതിനെ എങ്ങനെ സ്കെയിൽ ചെയ്യാം, എക്സ്പാൻഡ് ചെയ്യാം? ഞാൻ ഇന്ന് പറയാൻ പോകുന്ന മോഡൽ സ്കെയിലിംഗ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഹാർഡസ്റ്റ് തിങ് എന്താണെന്ന് അറിയാം, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യലല്ല. സ്റ്റാർട്ട് ചെയ്ത ബിസിനസ് ഫൗണ്ടർ മനസ്സിലാക്കുകയാണ് ഇറ്റ് ഈസ് വർക്കിംഗ്, ഇതിന് ഗ്രോ ചെയ്യിക്കണം എന്ന് മനസ്സിലാക്കുമ്പോഴാണ്. ബിക്കോസ് അവിടെയാണ് ശരിക്കുള്ള ചലഞ്ച് വരുന്നത്. ഒരു ബിസിനസ് റൺ ചെയ്തു, അത് വർക്കിംഗ് ആയി, കസ്റ്റമേഴ്സ് ഹാപ്പിയാണ്, റവന്യൂസ് കമ്മിങ്. സോ ഇതിനെ എങ്ങനെ സ്കെയിൽ ചെയ്യാം എന്നുള്ള പോയിന്റിൽ നിൽക്കുന്ന സിറ്റുവേഷനിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ് സ്കെയിലിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്. കൺഫ്യൂഷൻ ഇല്ല, ഐഡിയേഷൻ സ്റ്റേജിലല്ല, പ്രോഡക്റ്റ് എവറിത്തിങ് ഈസ് റെഡി. സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന റിസ്ക് ഇല്ല. നേരത്തെ പറഞ്ഞ സ്റ്റാർട്ടപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാൾ റിവാർഡ് അതിൽ കിട്ടാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു ക്ലൗഡ് കിച്ചൺ കോഴിക്കോട് സ്റ്റാർട്ട് ചെയ്തു, ഒരു ഫസ്റ്റ് മോഡൽ റൺ ചെയ്തു, സക്സസ് ആയി, നല്ല ഹാപ്പി കസ്റ്റമേഴ്സ്, ഫുഡിന് ഗ്രേറ്റ് റിവ്യൂ. അപ്പോൾ ഈ ഒരു ഫൗണ്ടർക്ക് ഈ ഓപ്പർച്യൂണിറ്റീനെ എക്സ്പാൻഡ് ചെയ്യണം. ഒരു സമയത്ത് റൈറ്റ് ടൈമിൽ റൈറ്റ് ഇൻവെസ്റ്റേഴ്സ് പിച്ച് ചെയ്യുമ്പോൾ, അല്ല റൈറ്റ് ഇൻവെസ്റ്റേഴ്സ് എൻ്റർ ആകുമ്പോഴാണ് ഈ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യുന്നത്. ഈ ഒരു മോഡൽ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് സ്കെയിലബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയും. ഈ ഒരു മോഡലിൻ്റെ റിസ്ക് സ്റ്റാർട്ടപ്പ് റിസ്കിനേക്കാൾ കുറവാണ്, എന്നാൽ റിവാർഡ് അതേ സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ്മെൻറ്റിന് കിട്ടുന്നതിനേക്കാൾ കൂടുതലുമാണ്.